അങ്ങനെ വീണ്ടും ഒരു ഓണക്കാലം വന്നെത്തിയിരിക്കുകയാണ്. മലയാള സിനിമയിൽ ഓണപ്പാട്ടുകളും ഓണം ആഘോഷിക്കുന്ന രംഗങ്ങളുമൊക്കെ ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ മറുനാട്ടിൽ ഓണം ആഘോഷിക്കുന്ന രംഗങ്ങളും പാട്ടുകളുമൊക്കെയുണ്ട്. അത്തരം ചില സിനിമകളെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. നമുക്കറിയാം, പ്രവാസികളുടെ ഓണം അത് ആ ഒരു പാട്ടിലൂടെ ഏറ്റവും മനോഹരമായിട്ട് ചിത്രീകരിച്ച് അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമയാണ് ജേക്കബിൻ്റെ സ്വർഗരാജ്യം. ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഉണ്ണിമേനോനും സിതാര കൃഷ്ണകുമാറും ചേർന്ന് പാടിയ ആ പാട്ട് ഒരു ട്രെൻഡി ഓണപ്പാട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്നും മലയാളികളുടെ ആ ചുണ്ടിൽ തത്തിക്കളിക്കുന്ന ഒരു ഓണപ്പാട്ടാണ്. ഈ പാട്ടില്ലാതെ ഓണം പൂർണ്ണമാവില്ല ഇപ്പോഴും എന്നാണ് ഞാൻ കരുതുന്നത്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കിളിയേ മാവേലിത്തമ്പ്രാൻ്റെ വരവായാൽ ചൊല്ല് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. ശരിക്കും പറഞ്ഞാൽ ആ രംഗം നമ്മളെയൊക്കെ ഒരു വല്ലാത്ത ഒരു ഓണത്തിൻ്റെ ആ ഒരു ലഹരിയിലേക്ക് കൊണ്ടുപോകും. പ്രത്യേകിച്ച് അതിൽ ആ രഞ്ജി പണിക്കർ പായസം പാലട അങ്ങനെ ഒഴിച്ച കുട്ടിക്ക് എങ്ങനെയാണ് ആ പാലട കഴിക്കേണ്ടത്, അതിങ്ങനെ വടിച്ചെടുത്ത് എങ്ങനെ കഴിക്കണം എന്നൊക്കെ കാണിക്കുന്ന ആ ഒരു രംഗമൊക്കെ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞാലും. അപ്പോൾ അതാണ് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഒരു മറുനാട്ടിൽ ഓണം ആഘോഷിക്കുന്നത് മലയാള സിനിമയിൽ മനോഹരമായി കാണിച്ചിട്ടുള്ളൊരു സിനിമ. അതുപോലെ ചെറിയൊരു സീക്വൻസ് ആണെങ്കിലും മറുനാട്ടിലത്തെ ആ ഒരു ഓണത്തിൻ്റെ ആ ഒരു ഇമോഷൻ തന്നിട്ടുള്ള ഒരു സീൻ കമൽ സംവിധാനം ചെയ്ത ജയറാം നായകനായ ശുഭയാത്ര എന്ന് പറയുന്ന ഒരു സിനിമയിലുണ്ട്. ആ സിനിമ കണ്ടവർക്കറിയാം. അവർ മുംബൈയിലാണ്. മുംബൈയിലെ ഒരു ഫ്ലാറ്റിൽ മലയാളികൾ എല്ലാവരും ഇപ്പോൾ അതിൽ ഇന്നസെൻ്റ് ഉണ്ട്, ജഗദീഷ് ഉണ്ട്, മാമുക്കോയ ഉണ്ട്, ലളിത, അതേപോലെ പാർവതി. അപ്പോൾ അവരൊരു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അവർ ഒരു ഓണക്കാലത്ത് ഇങ്ങനെ ഓണ ദിവസം ആ ഫ്ലാറ്റിൽ ഒത്തുകൂടുന്നതും നാട്ടിലത്തെ ഓണക്കഥകളൊക്കെ പറയുന്നതും അതും വല്ലാത്തൊരു ഇമോഷൻ, ആ ഒരു ഓണത്തിൻ്റെ ഫീല് തരുന്ന ഒരു സീനാണ്. പ്രത്യേകിച്ച് ഒടുവിൽ ഉണ്ണീഷനൊക്കെ പറയുന്നുണ്ട്, ഇവിടെയൊക്കെ എന്തോ ഓണം, നമ്മുടെ നാട്ടിലല്ലേ ഓണം. അപ്പോൾ നമ്മുടെ ജയറാം ചാടി കയറി പറയും, ഞങ്ങളുടെ അവിടെ തിരുവോണത്തിന് ആരും പുറത്തേക്ക് ഇറങ്ങില്ല, അടുത്ത ദിവസം ഞങ്ങൾ തൃശ്ശൂർക്ക് പോകും. അപ്പോൾ ഇന്നസെൻ്റ് തമാശയായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഒരു ബസ് മറിയും, കുറേ പേര് മരിക്കും. അപ്പോഴാണ് നമ്മുടെ മാമുക്കായ അതിലൊരു ചെറിയ ദാദാ വേഷം ചെയ്യുന്നു. അപ്പോൾ മാമുക്കായ വരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ സദ്യക്ക് ഇങ്ങനെ സാധനങ്ങൾ അറിയുമ്പോൾ മാമുക്കായ ചോദിക്കുന്നുണ്ട്, നല്ലൊരു ഓണായിട്ട് ഇതെന്തൊട്ട് ചിക്കൻ അതൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്ന ആ ഒരു രസകരമായിട്ട് ആ ഒരു ഓണത്തിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്ന, മറുനാട്ടിലെ ഒരു ഓണം കാണിക്കുന്ന ഒരു രംഗം ഈ പറയുന്ന ശുഭയാത്ര എന്ന് പറയുന്നൊരു സിനിമയിലുണ്ട്. അതുപോലെ തന്നെ ജയരാജ് സംവിധാനം ചെയ്ത ദി ട്രെയിൻ എന്ന് പറയുന്നൊരു മൂവിയുണ്ട്. അത് മുംബൈയിൽ നടന്ന ആ ട്രെയിനിൽ നടന്ന ഒരു ബ്ലാസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. മമ്മൂട്ടിയാണ് അതിലത്തെ നായകൻ. അപ്പോൾ മമ്മൂട്ടിയുടെ ആ ഒരു ഫാമിലി മൊത്തം അതുപോലെ ഒരു ബ്ലാസ്റ്റിൽ കൊല്ലപ്പെടുന്നതുമൊക്കെ അതിലുണ്ട്. അപ്പോൾ വീണ്ടും അങ്ങനെ ഒരു ബ്ലാസ്റ്റ് നടക്കുമ്പോൾ അതിൻ്റെ അന്വേഷണം മമ്മൂട്ടി നടത്തുന്നതാണ് സിനിമയുടെ പ്ലോട്ട്. അപ്പോൾ അതിൽ മമ്മൂട്ടി ഇങ്ങനെ കാറിൽ മുംബൈയിലൂടെ പോകുമ്പോൾ അവർ മുംബൈയിൽ ഓണം ആഘോഷിച്ച ആ ഓർമ്മകളിലേക്ക് പോകുന്നുണ്ട്. അവരുടെ ഫ്ലാറ്റിൽ പൂക്കളം ഒരുക്കുന്നതും സദ്യ ഒരുക്കുന്നതും തൃക്കാരപ്പന് വെക്കുന്നതും. അപ്പോൾ ആ സമയത്ത് നാട്ടിലേക്ക് വിളിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ അവിടുത്തെ ഓണവും പിന്നെ നാട്ടിലത്തെ ഓണവും കൂടി മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ആ സിനിമയിൽ ആ ഒരു പാട്ടാണ്, പൂവേ പൊലി പൂവേ എന്നൊക്കെ പറയുന്നൊരു പാട്ടിലൂടെയാണത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മറുനാട്ടിലെ ഓണം ആഘോഷിക്കുന്ന രസകരമായ പാട്ടുകളും രംഗങ്ങളുമൊക്കെ നമ്മുടെ മലയാള സിനിമയിലുണ്ട്. അതിൽ ഉള്ള ചില സിനിമകളാണ് ഇപ്പോൾ ഇവിടെ ഓർത്തെടുത്ത് ഞാൻ പറഞ്ഞത്. ഇനിയും ചിലപ്പോൾ ഇതുപോലുള്ള സിനിമകൾ ഉണ്ടാവട്ടെ, എനിക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ്. പിന്നെ പ്രവാസികളായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിന് പുറത്തൊക്കെ താമസിക്കുന്ന എല്ലാ മലയാളികളും ഓണക്കാലമാവുമ്പോൾ നാടിനെക്കുറിച്ചും നാട്ടിലത്തെ ആ ഓണാഘോഷത്തെക്കുറിച്ചുമൊക്കെ ചിന്തിക്കാതിരിക്കില്ല. എനിക്ക് തോന്നുന്നു അവർ ഒരുപക്ഷെ ആ സമയത്ത് മനസ്സിൽ പാടുന്ന അല്ലെങ്കിൽ പാടുന്നൊരു പാട്ട് ഇതായിരിക്കും. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. എന്തായാലും മറുനാട്ടിലും അതേപോലെ ഗൾഫിലുമൊക്കെ ഓണം ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും
സാൻ ന്യൂസിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. എല്ലാവർക്കും ഹാപ്പി ഓണം.